اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. നമ്മളെ സോഷ്യൽ മീഡിയയിലാകെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപം. നമ്മളിപ്പോൾ അത് കേൾക്കാൻ തുടങ്ങിയിട്ട് 1-2 അല്ലെങ്കിൽ 3 മാസമായി. എന്നാൽ വർഷങ്ങളായി സുഡാനിൽ ആഭ്യന്തര കലാപമുണ്ട്. നമ്മളറിയുന്ന എത്രയോ സുഡാനികളുണ്ട്. അവരൊക്കെ മക്കയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്, മദീനയിലുണ്ട്, ജിദ്ദയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, ഈജിപ്തിൽ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സുഡാനിലെ കലാപത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിശ്വാസിയായ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ കഅബ. അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കൽ കഅബയിലേക്ക് നോക്കി. എന്നിട്ട് ഫഖാല, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, മാ അഅ്ലമ ഹുർമതകി വലിൽ മുഅ്മിനി അഅ്ലമു ഹുർമതൻ ഇൻദല്ലാഹി മിൻക. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, എത്ര മഹത്വമുള്ളതാണ് ഈ കഅബ. എന്നാൽ മുഅ്മിനായ മനുഷ്യന് അഅ്ലമു ഹുർമതൻ ഇൻദല്ലാഹി മിൻക, കഅബയെ നിന്നേക്കാൾ ഒരു മുഅ്മിനായ മനുഷ്യന് ബഹുമാനമുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. നമ്മൾ മുസ്ലിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒന്നാണ്. എല്ലാവരും ഏത് ഭാഗത്തേക്കാണോ തിരിയുന്നത് അത് പരിശുദ്ധമായ കഅബയാണ്. ആ കഅബാലയത്തിന് നോക്കി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ കഅബേ, നിന്നേക്കാൾ മഹത്വം ആർക്കുണ്ട്? ഒരു മുഅ്മിനായ മനുഷ്യനുണ്ട്. അവർ മുഅ്മിനായ മനുഷ്യൻ്റെ രക്തം ചിന്തുക എന്ന് പറയുന്നത് വലിയ പാപമാണ് എന്ന് അതിന് മനസ്സിലാകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാലം അവസാനമാകുന്ന സമയത്ത് വിശ്വാസികൾ പരസ്പരം പോരടിക്കുന്ന കാലം വരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കാലം അവസാനമാകുന്ന സമയത്ത് അൽ ഖത്ലു, കൊലപാതകം വർദ്ധിക്കും. വലാകിൻ ഖത്ലുൽ ഉമ്മത്തി ബഅ്ലുഹാ ബഅ്ല, മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ കാഫിരീങ്ങളെ കൊല്ലുക, അല്ലെങ്കിൽ കാഫിരീങ്ങളാകുന്ന ആളുകൾ മുസ്ലിമീങ്ങളെ കൊല്ലല്ല ചെയ്യുക. വലാകിൻ ഖത്ലുൽ ഉമ്മത്തി ബഅ്ലുഹാ ബഅ്ല, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട വിശ്വാസികൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എത്രത്തോളം അന്ന റജുല യൽഖാഹു അഹൂഹു ഫയഖ്തുലുഹു, ഒരു വിശ്വാസി സ്വന്തം സഹോദരനെ കാണുമ്പോൾ പോലും നമുക്ക് കൊല ചെയ്യണമെന്ന് തോന്നുകയും അങ്ങനെ അദ്ദേഹത്തെ കൊല ചെയ്യുന്നൊരു അവസ്ഥാവിശേഷം വരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നാം, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ എത്തുന്നത്? അള്ളാഹിന്റെ റസൂൽ പറയാണ്, യുന്തസഉ ഉഖൂലു അഹ്ലി ദാലിക സമാൻ, യുന്തസഉ ഉഖൂല അഹ്ലി ദാലിക സമാൻ, ആ സമയത്ത് മനുഷ്യന്മാരെ ബുദ്ധിയെ അല്ലാഹു തആല ഊരിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനുഷ്യന്മാർക്ക് എന്തുണ്ടാവില്ല? ഒരു യഥാർത്ഥ ബോധം അവർക്ക് ഉണ്ടാവില്ല. യഹ്സബു അക്സറുഹും അന്നഹും അലാ ശൈ, അവരിൽ അധിക ആളുകളും വിചാരിക്കും ഞങ്ങൾ എന്തൊക്കെയോ ഒരു സംഭവമാണെന്ന് ഒരു വിചാരിക്കും. പക്ഷേ വലൈസു അലാ ശൈ, അവരൊന്നുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുസ്ലിമീങ്ങൾ പരസ്പരമാണിപ്പോൾ സുഡാനിൽ നടക്കുന്ന കലാപം. അതിൻ്റെ ഇടയിൽ സാധുക്കളായ ക്രിസ്ത്യാനികളും അതിൽ പെട്ടുപോയി എന്നുള്ളത് ഒരു ഖേദകരമായൊരു വിഷയം തന്നെയാണ്. ഏതൊരു മനുഷ്യൻ്റെ രക്തം ചിന്തുമ്പോഴും ഒരു വിശ്വാസിയായ ആൾക്ക് വേദന തന്നെയാണ്. അത് മുസ്ലിം എന്നല്ല, കാഫിർ എന്നല്ല, ക്രിസ്ത്യാനി എന്നല്ല, ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കാലേ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വിശ്വാസികൾ രണ്ട് ചേരിയാകുമെന്നും. കാരണം ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞൊരു സന്ദേശമുണ്ട്. ഉസ്ദുൽ ഗാബ ഫി മഅരിഫത്ത് സ്വഹാബ എന്ന് പറയുന്ന കിതാബിൽ കാണാൻ കഴിയും. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സ്വഹാബത്തിനോട് പറഞ്ഞു, സഹാബികളെ, നിങ്ങൾ ഒരിക്കലും രണ്ട് ചേരിയാകരുത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? രണ്ട് ചേരിയാകാൻ പാടില്ല. രണ്ട് ചേരിയായി കഴിഞ്ഞാൽ ഈ ടീമിന് കുറ്റം പറയും, ഇവർ അങ്ങോട്ടും. ആ ഛിന്ന ഭിന്നമായി പോകുന്ന ഖൗമിനെ പിന്നെ ഒന്നാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ് എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൾ ഒരിക്കലും വികലമായി പോകാൻ പാടില്ല, ഛിന്ന ഭിന്നമായി പോകാൻ പാടില്ല. ലോകത്താദ്യമായി അദ്ദേഹം പിന്നെ ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് നടത്തിയ പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും എന്ത് ചെയ്യണത്, സുഡാനിലും അതുപോലെ നൈജീരിയയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ളതായ വർഗീയ കലാപങ്ങളായിരുന്നാലും അതുപോലെ തന്നെ ആഭ്യന്തര കലാപങ്ങളായിരുന്നാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു പരസ്പരം ഐക്യമില്ലായ്മയാണ്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ വളരെ ഐക്യത്തിലായിരുന്നു, അവർ അനൈക്യത്തിലായി. ആ സുഹൃത്തിൻ്റെ പിന്നാലെ കുറച്ചാളുകൾ കൂടി, ഈ സുഹൃത്തിൻ്റെ പിന്നാലെ കുറച്ചാളുകൾ കൂടി. അതിലൂടെ അനൈക്യം വന്നു. മാത്രമല്ല, സുഡാൻ എന്ന് പറയുന്നത് സമ്പന്നമായ നിൽക്കുന്നൊരു ഭൂപ്രദേശമാണ്. അടിയിൽ ഒരുപാട്, സുഡാൻ്റെ ഭൂമിയിൽ ഒരുപാട് സ്വർണശേഖരങ്ങളും ഖനികളുമുള്ള സ്ഥലമാണ്. പക്ഷെ ആ സാധുക്കളായ ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ല, സുഭിക്ഷമായി കിടന്നുറങ്ങാനൊരു വീട് പോലുമില്ല. അതുപയോഗിച്ച് മറ്റു പല രാജ്യങ്ങളും മുതലെടുത്തിട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് കേട്ടിട്ടില്ലേ? പണ്ട് ബ്രിട്ടീഷുകാരെ നടത്തിയ ഒരു പരിപാടിയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതേപോലൊരു നയമാണ് അവിടെ നടപ്പിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു തആല ഈ ഉമ്മത്തിനേക്കുള്ള അദാബ് ആക്കിയിരിക്കുന്നത് അൽ ഖത്ലു, കൊലപാതകമാണ്. ഓരോ ഉമ്മത്തിനും വ്യത്യസ്തമായ അദാബുകളാണ് ഉണ്ടാവുക. നമ്മുടെ ഉമ്മത്തിനുണ്ടാകുന്ന വലിയ അദാബ് അത് കൊലപാതകമായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാലം അവസാനമാകുന്ന സമയത്ത് 4 കാര്യങ്ങളെ അള്ളാഹു ഉയർത്തിക്കളയും. നമ്മളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, യർഫഉല്ലാഹുൽ ബറക്കത്ത് മിനൽ അർദ്, ഭൂമിയിൽ നിന്നുള്ളതായ ബറക്കത്തിന് അള്ളാഹു തആല എടുത്തു കളയും. പണ്ടൊക്കെ 5000-വും 10,000-ത്തിനൊക്കെ ശമ്പളമുള്ള ആളുകൾ 5ഉം 8ഉം 10ഉം മക്കളൊക്കെ ഉള്ള വീട്ടിൽ സുഖമായി കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാണ്ടായിരുന്നു. ഇവർക്ക് പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ നിലക്ക് 50,000-ഉം 1,00,000-ഒക്കെ ശമ്പളമുള്ള ആളുകൾ പോലും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുക. അവർക്ക് ഉള്ള പൈസയിൽ ബറക്കത്തുണ്ടായിരുന്നു. ഇപ്പം സമ്പത്തുണ്ട്, പക്ഷെ അതിൽ ബറക്കത്തില്ല. അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, യർഫഉല്ലാഹുൽ ബറക്കത്ത, അള്ളാഹു തആല ബറക്കത്തിനെ ഉയർത്തിക്കളയും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് അള്ളാഹു തആല ബറക്കത്തിന് എടുത്തു കളയും. ഇപ്പം നമ്മളൊക്കെ പെരിന്തൽമണ്ണ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ, എത്ര ഹോട്ടലുകളും ഒക്കെയാണ് പുതിയതായി വരുന്നത്. വലിയ നിലക്ക് വലിയ ആളുകളെ കൊണ്ടുവന്ന് ആഘോഷത്തോടുകൂടെ ഉദ്ഘാടനം നടക്കും. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞാൽ പിന്നെ അത് പൂട്ടിപ്പോവുകയാണ്. ആ ബറക്കത്തിന് അള്ളാഹു തആല എടുത്തു കളഞ്ഞു. കൃഷിയിലെ ബറക്കത്തില്ല, കച്ചവടങ്ങളിലെ ബറക്കത്തില്ല, എല്ലാത്തിലെയും ബറക്കത്ത് അള്ളാഹു എടുത്തു കളയും. രണ്ടാമത്തത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, വയർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്, മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു തആല കാരുണ്യത്തിന് എടുത്തു കളയും. കരുണ എന്ന് പറയുന്ന സാധനം അള്ളാഹു തആല എടുത്തു കളയാണ്. ഇന്നിപ്പോൾ സുഡാനിൽ നടക്കുന്നത് അങ്ങനെ തന്നെ അല്ലേ? ഒരു സമൂഹത്തിനെ ഒന്നാകെ നിർത്തിയിട്ട് പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ്. അല്ലെങ്കിൽ ആളുകളെ മരത്തുമ്പോൾ കെട്ടിത്തൂക്കിയിട്ട് അവരെ മരിക്കുവോളം പോലെ കുത്തിയും അതുപോലെ തന്നെ വെട്ടിയും ഒരു ആസ്വാദകരമായ അവസ്ഥയിലേക്ക് മനുഷ്യന്മാരെ മനസ്സെത്തി. മൃഗതുല്യമാകുക എന്ന് പറയും. ഉലായിക കൽ അൻആം ബൽഹും അളൽ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ ആടുമാടുകളെ പോലെയാണ്, അതല്ല അതിനേക്കാളും താഴെയാണ് അള്ളാഹു തആല ഖുർആനിൽ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഹൃദയത്തിൽ ഒരു ലേശം കരുണ പോലും ഇല്ലാത്തൊരു കാലം. അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, വയർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു തആല കാരുണ്യത്തിന് ഉയർത്തിക്കളയും. പിന്നെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, വയർഫഉല്ലാഹുൽ അദ്ല മിനൽ ഹുക്കാം, ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നീതിയെ അള്ളാഹു തആല എടുത്തു കളയും. ഇപ്പോൾ സമ്പത്തുള്ളവനക്ക് നീതി കിട്ടും, സാധുവായ ആൾക്ക് നീതിയില്ല. ജനങ്ങൾക്കിടയിൽ സംസാരിക്കാൻ കഴിയുന്ന പിടിപാടുള്ള ആൾക്ക് നീതിയുണ്ട്. സാധുവായൊരു മനുഷ്യന് അവൻ്റെ ഭാഗത്താണ് ശരിയെന്ന് എങ്കിൽ പോലും കോടതി പോലും നീതി കൊടുക്കാത്തൊരു കാലം. അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത്, വയർഫഉല്ലാഹുൽ അദ്ല മിനൽ ഹുക്കാം,
ഭരണാധികാരികളിൽ നിന്ന് അള്ളാഹു താല നീതിയെ ഉയർത്തിക്കളയും. ഇന്നങ്ങനെ തന്നെയല്ല സംഭവിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം പറയാണ്, വയർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അള്ളാഹു താല ലജ്ജയെ ഉയർത്തിക്കളയും. അത് നമുക്ക് വിശദീകരിക്കുകയോ ബയാൻ ചെയ്യേണ്ടോ ആവശ്യമില്ല. ഓരോ മേഖലകളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്ത്രീകളിൽ നിന്നുള്ളതായ ലജ്ജ എടുത്തുപോയൊരു കാലഘട്ടം തന്നെയാണ് അല്ലേ. ഇപ്പം ഇന്നലെ നമ്മൾ പരസ്പരം അങ്ങോട്ട് പറഞ്ഞൊരു വിഷയമുണ്ട്. ഡൈവേഴ്സായ സ്ത്രീകൾക്ക് മൊത്തം ഒരു ഗ്രൂപ്പാണ്. എന്നിട്ട് അവർ സ്വന്തമായിട്ട് ടൂർ പോവുകയാണ്. എന്നിട്ട് അവരെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ ജയിലിലായിരുന്നു, ഒരാളെ ഒരു പിടുത്തത്തിലായിരുന്നു. ഇപ്പം നമ്മൾക്ക് എന്തു ചെയ്യാനും എല്ലാത്തിനും പ്രൈവസി ഉണ്ട്. മരിക്കുന്നതിൻ്റെ മുമ്പ് പിന്നെ എന്തിനാ അള്ളാഹു താല ഈ ജീവിതം തന്നിക്കണ്? സന്തോഷിക്കാനുള്ളതല്ലേ. എന്തിനാണ് ഒരാളെ തഹത്തിൽ നമ്മൾ കെട്ടിട്ട് ജീവിക്കണത്? എന്നാൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആളുകൾ ആഴ്ച മുഴുവൻ ജോലി ചെയ്താൽ ഞായറാഴ്ച ഒന്ന് മക്കളെയും ഭാര്യനെ സന്തോഷിപ്പിക്കുക എന്ന നിലക്ക് അല്ലേ, ഞായറാഴ്ചക്ക് ഒന്ന് പോയി പുറത്തൊക്കെ പോകുന്ന ഒരു കാലമൊക്കെ ഇപ്പം തന്നെ ഉണ്ട്. പക്ഷെ അതിൽ പോലും തൃപ്തരല്ലാത്ത അതെന്തോ ഒരു അടിമപ്പണി പോലെ സ്ത്രീകൾ മനസ്സിലാക്കിയ ഒരു കാലം. ആർക്കും ഭർത്താക്കന്മാർ വേണ്ട, വ്യഭിചാരം വ്യാപകമായി നടക്കുന്ന ഒരു കാലം, അന്യ ആളുകളുമായുള്ള സമ്പർക്കങ്ങൾ കൂടുന്നൊരു കാലം. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, വയർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അള്ളാഹു താല ലജ്ജയെ ഉയർത്തിക്കളയും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, ഇപ്പോൾ ഇന്ന് ഒരു 10 മുസ്ലിം കുട്ടികളിൽ 9 കുട്ടികൾക്കും തട്ടല്ല തലയിൽ. തട്ടുണ്ടെങ്കിൽ തന്നെ അത് പൂർണ്ണമായി മറക്കുന്ന ഒരു സംവിധാനം അല്ലാതെ പോയി. അത്രത്തോളം വളരെ മോശമായ കാലം. ഇതൊക്കെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിനൊക്കെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ലജ്ജ ഇല്ലാതെയാകുന്ന ഒരു കാലം വന്നാൽ അള്ളാഹു അദാബ് കൊണ്ട് മനുഷ്യന്മാരെ പൊതിയുന്ന. അദാബ് എന്ന് പറഞ്ഞാൽ ഭൂമി കീഴ്മേൽ മറിക്കലോ അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാക്കലോ അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടാക്കലോ അല്ല. മനുഷ്യന്മാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശത്രുത, അതൊരു അദാബാണ്. അനൈക്യം, സമുദായത്തിൻ്റെ അനൈക്യം, മുസ്ലിം ഉമ്മത്തിൻ്റെ സംഘടനാപരമായ അനൈക്യങ്ങൾ, കുടുംബത്തിൽ തമ്മിലുള്ളതായ അനൈക്യങ്ങൾ, അതൊക്കെ വലിയ ഒരു അദാബ് തന്നെയാണ്. അതിലേറെ വലിയ അദാബ് രോഗം, ഒരാൾക്കും മനസ്സിലാകാത്ത. ഇപ്പം നമ്മൾ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ നിൽക്കണം, എത്ര ആളുകൾ മൗലാനയിലും അൽഷിഫയിലും ഒക്കെ. എന്താണ് ഈ രോഗമെന്നുള്ളത് ഡോക്ടർമാർക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കടത്തി ടെസ്റ്റിൻ്റെ മേലെ വേറെ ടെസ്റ്റ് നടത്തി, അതിൻ്റെ മേലെ വേറെ ടെസ്റ്റ് നടത്തി, അങ്ങനെ മരണപ്പെട്ടു പോകുന്ന എത്രയോ ആളുകൾ. ആർക്കും അതിൻ്റെ രോഗം എന്താണെന്നറിയില്ല. അതൊരു വലിയ പരീക്ഷണം തന്നെയാണ്. അപ്പോൾ ലജ്ജ ഈ ലോകത്ത് നിന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ അള്ളാഹു താല ആ ഉമ്മത്തിനെ അദാബ് കൊണ്ട് പൊതിയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സമുദായത്തിൻ്റെ നേതാവും ആ ഉമ്മത്തിന് ദിശാബോധം കാണിച്ചു കൊടുക്കാമെന്ന് മാത്രമല്ല, ഇതാണ് വഴി എന്ന് കാണിച്ചു കൊടുക്കൽ മാത്രമല്ല, ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾ ഹക്കിലേക്ക് എത്തുമെന്ന് കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, ആ വഴിയിലേക്ക് അള്ളാഹിൻ്റെ റസൂല് കൈപിടിച്ചുയർത്തേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ റസൂൽ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകരുത്, ഇതിലേക്ക് പോകാൻ പാടില്ല, ഇതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഈ വഴിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് കുപ്പിച്ചില്ലുകളുണ്ടാവും, ഒരുപാട് വിഷയങ്ങളെ താണ്ടേണ്ടി വരും. പക്ഷെ എന്നാലും നിങ്ങൾ ആ പാതയിൽ തന്നെ അടിയുറച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ്? ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അരിവാരത്തിലൂടെ അരുവിയൊഴുകുന്ന സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ആ അധ്യാപനം മുഖവിലക്കെടുക്കാതെയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് പോകുന്നത്. അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ്, നമ്മുടെ ഈമാൻ തന്നെ പോകാൻ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.